എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് അവർ പോകും. ആ സമയത്ത് ഞാനും അഭിചേട്ടനൊക്കെ ഇച്ചിരി കൂടെ റൂമിലായിരിക്കും. പക്ഷെ നമുക്ക് ക്യാരവന് നമ്മൾ ഷൂട്ടിന് വരുമ്പോഴത്തേക്ക് രാവിലെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് വിളിക്കും, ചെളി വാരത്തേക്കും. രാവിലെ തണുപ്പ് നല്ല രസമാണ്, ചള്ളയും ചെളിയൊക്കെ ഇട്ട്. ഹലോ ഇവരെ സിനിമ എടുക്കുമ്പോൾ വരുമ്പോഴും ഞങ്ങളുടെ അടുത്ത് ചോദിക്കണത് നിങ്ങൾ അനുഭവിച്ച ഇമോഷൻ എന്താണ് ചോദിക്കണത്. അന്ന് ഞങ്ങൾക്ക് അത് മനസ്സിലായില്ല ശരി. ഇമോഷൻ എന്താണ് നിങ്ങൾ ഇവർക്ക് എന്തോ ഒരു എന്താ ഒരു ഗിഫ്റ്റ് കൊടുക്കാന്നൊക്കെ പറഞ്ഞു വെച്ചിരുന്നല്ലോ. ഇവര് പോയ പിന്നെ ഞാൻ കട്ടിലൊന്നും എഴുന്നിട്ടില്ല. കാരണം 10 പേരും പോയവരും പോയേക്കാണ്. ഞാൻ മാത്രം അവിടെ ഒറ്റക്ക്. വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പൊ എന്റെ വിചാരം ഇവന്മാരോട് ഇടി ഉണ്ടാക്കി, ന്യൂസൊക്കെ ഒരാളുടെ ഇടിയന്മാരെ ഉണ്ടാക്കി എന്നുള്ള വിചാരം എന്റെ. ഇങ്ങനെ ആക്സിഡന്റിലേക്കൊന്നും പോകണല്ല, അങ്ങനെ ചിന്തിക്കണത്. അപ്പൊ പറഞ്ഞു ഇല്ലാതെ സുഭാഷ് ഒരു കുഴിയിൽ വീണു. കുഴിയിൽ വീണം, അതിനിപ്പോ എന്താ, ആ കുഴിയിൽ വേണ്ടി ഇതുവരാരും ആ സമയത്ത് കൈങ്ങനെ കുറച്ച് ഇംഗ്ലീഷ് കഫേയുടെ വാട്സ്ആപ്പ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളിലൂടെ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഇംഗ്ലീഷ് കഫേയിലുണ്ട് നമ്മുടെ ആവശ്യം അറിഞ്ഞുള്ള കോഴ്സുകൾ ഏറ്റവും മികച്ച പേഴ്സണൽ മെന്റർഷിപ്പിൽ. ഇനി ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം വാട്സാപ്പിലൂടെ. ഹായ്, നമ്മളോടൊപ്പം ഉള്ളത് അഭിരാം രാധാകൃഷ്ണൻ, അരുൺ കുര്യൻ. വെൽക്കം. മഞ്ഞുമ്മല് മലയാളത്തിൽ നിന്ന് തന്നെയുള്ള വേൾഡ് വൈഡ് കളക്ഷനിൽ റെക്കോർഡ് നേടിയിട്ടുള്ള ഒരു മൊമെന്റും കൂടിയാണത്. പലതരത്തിൽ ഇപ്പം അതിലേക്ക് രണ്ടുപേരും ഇന്നായൊരു സമയം, ഷൂട്ട് തുടങ്ങി, ഇതാണ് പരിപാടി എന്ന് അറിയുന്ന ഒരു പോയിന്റ്, തിയേറ്ററിലെ റെസ്പോൺസ്, തമിഴ്നാട് ആക്സെപ്റ്റൻസ്, കമൽഹാസൻ ഗുഡ ടീം വരെ, ഇങ്ങനെ കുറേ മൊമെന്റ്സ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ടല്ലോ. പേഴ്സണലി രണ്ടാക്കും ഏതായിരിക്കും ഒരു ഭയങ്കര ഫേവറേറ്റ് എന്ന് പറയാവുന്നത്? സിനിമ ഇത്രയും സ്വീകരിച്ചു എന്നുള്ളൊരു സന്തോഷമാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ചിതു ആസ് എ ഡയറക്ടർ, പുള്ളിക്ക് പടം ഈ കഥ പറയാ എന്നായിരുന്നു പുള്ളിയുടെ എയിം. ഇത്രയും വലിയ ഒരു സക്സസിലേക്ക് എത്തുന്ന നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. ആ സിനിമയുടെ ഭാഗമാകാൻ കഴിയും എന്നുള്ളത് സന്തോഷമാണ് കൂടുതൽ. കാരണം കഥ പോലും ചിതുവിനെ വിശ്വസിച്ച് കഥ പോലും കേൾക്കാതെ പോയതല്ലേ? കഥ കേൾക്കാതെയല്ല, കഥ അറിയാലോ നമുക്ക്. ലൈക്ക് ഈ ഇൻസിഡന്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് മുമ്പേ. വേറെ ഒരു സുഹൃത്ത് സിനിമയാക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പലപ്പോഴും പല ഇൻ്റർവ്യൂസിലൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. അവസാനം ഭാഗ്യം കിട്ടിയത് നമുക്കറിയുന്നേ ഉള്ളൂ. ഇത് പറഞ്ഞതുപോലെ ആ കഥ ഒരു സിനിമയായി കാണുന്ന ആ സംഭവത്തിനെ കുറിച്ച് കേട്ടപ്പോൾ തന്നെ മനസ്സിലുണ്ടായിരുന്നു. അത് ചിദംബരം ചെയ്തതിലും അതിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റിയതിലും, സൗബി പ്രൊഡ്യൂസർ ആയതിലും, ഷൈജു ഭായ് ക്യാമറ ചെയ്തതിലും, മഷർ കോസ്റ്റ്യൂം ചെയ്തതിലും ഒക്കെ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ടീം തന്നെ ആയാലും ഒന്നും പുറത്തു പോയില്ല, എല്ലാം അകത്ത് തന്നെ ആയതുകൊണ്ട്. ജാനവലിന് നല്ലൊരു വേഷം ചിദംബരം തന്നിട്ടുള്ളതാണ്. അപ്പൊ കസിനും കൂടിയാണല്ലോ. ആ ഒരു വിശ്വാസമാണ് തുടക്കം തൊട്ട് നമ്മൾ ആ ഒരു സിനിമയുടെ ഭാഗമായി നിൽക്കുമ്പോ ഒരു എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്നത്. എല്ലാ സിനിമയും നമ്മളൊരു വിശ്വാസത്തിലാണല്ലോ ചെയ്യുന്നത്. ജാനവൻ അതുപോലെ തന്നെ വിശ്വാസത്തിൽ ചെയ്ത് തന്നെയാണ്. കാരണം അവര് അത് സ്പെഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ആ ക്യാരക്ടർ എഴുതുമ്പോൾ തന്നെ മനസ്സിൽ വന്നൊരു കാസ്റ്റിംഗ് ആണെന്നുള്ളത്. അല്ലാതെ കസിൻ ആയതുകൊണ്ട് വിളിച്ചതാണെന്ന് അല്ല ഞാൻ ഇങ്ങനെ കാണുന്നത്. അങ്ങനെയല്ലെന്ന് അവർ പറഞ്ഞത്. ഞാൻ ആലോചിച്ചപ്പോൾ ആ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറായിട്ടാണ് തോന്നി. ഇതിലേക്ക് വരുമ്പോൾ അതിലെ ഡയലോഗ് ഉണ്ടല്ലോ, ഇവൻ ഇവിടെ ഇട്ടിട്ട് പോകണം എന്നാണോ പറയുന്നത് എന്ന് ചോദിക്കുന്നത്. അതുപോലെ നിങ്ങൾക്കൊക്കെ ഓരോ പെക്യുലർ ഡയലോഗ്സ് ഉണ്ട്. അത് കറക്റ്റ് അവിടെ ഹിറ്റ് ചെയ്യുമെന്ന് ഇപ്പം ദീപക്കേട്ടൻ പറഞ്ഞു. ആ ഡയലോഗ് അറിയാം എനിക്ക്, ഇത് ശ്രദ്ധിക്കപ്പെടും എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു തോട്ട് കൊണ്ട് തന്നെ ഇത് പറയുമ്പോൾ അതിനൊരു ടെൻഷൻ കാണുമോ? നമ്മൾ ഒരു ജനറലി ഒരു ഡയലോഗ് പറയുന്നതും ഇങ്ങനെ ചില സാധനങ്ങൾ പറയുന്നത് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. നമുക്കങ്ങനെ ഇത് ഹിറ്റ് ആവുന്നുള്ള ഇതൊന്നുമില്ല. പിന്നെ ഡയറക്ടറിനെ ഹാപ്പി ആക്കുക, അതാണ് നമ്മള് മെയിൻ എയിം ആസ് ആക്ടേഴ്സ്. ഡയലോഗ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതെ, അത് 10-11 ബോയ്സ് ഉണ്ടല്ലോ. പിന്നെ ഇത് 11 ബോയ്സിന് ഡയറക്റ്റ് എന്തിന്റെ വലിയ ടാസ്ക് ആയിട്ടാണ് നമുക്ക് പേഴ്സണലി തോന്നിയത്. അപ്പം പിന്നെ ചിതു പറയുന്നു, നമ്മൾ ചെയ്യുന്നു, പരിപാടി എത്ര ഉള്ളൂ. വർക്കൗട്ട് ആവണം, ഓഡിയൻസ് ഇഷ്ടപ്പെടണം, അതൊക്കെയാണ്. അജയേട്ടൻ സംസാരിച്ചപ്പോ പറഞ്ഞു AC, മഴ, പിന്നെ ഇപ്പം കുറെ വിഷ്വൽസ് വന്നു തുടങ്ങിയല്ലോ, നിങ്ങൾ നിന്ന് നനയുന്നതും ഒക്കെ ആയിട്ടുള്ള. ഓൾറെഡി അതൊരു അങ്ങനെയുള്ള റെസ്ക്യൂ ഓപ്പറേഷനാണ് കാണിക്കുന്നത്, ചളിയിലും മൊത്തത്തിൽ അങ്ങനെയാണ്. അതിന്റെ ഇടയിൽ കൂടെ ഈ തണുപ്പത്ത് മഴ നനഞ്ഞ് ചെയ്യാന്ന് പറയുന്നതിലൊരു സ്ട്രഗിൾ എങ്ങനെയായിരുന്നു? നല്ല രസമായിരുന്നു. അതായത് ഇപ്പം കൊടൈക്കനാൽ നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ രാവിലെ എഴുന്നേറ്റ് ബാലു, ഗണു, വിഷ്ണുവിന് ഇങ്ങനെ ഒരാഴ്ചത്തോളം അവര്
മറ്റേ പോലീസ് സ്റ്റേഷൻ സീക്വൻസ് ആയിരുന്നു. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് അവർ പോകും. ആ സമയത്ത് ഞാനും അഭിചേട്ടനൊക്കെ ഇച്ചിരി കൂടെ റൂമിലായിരിക്കും. പക്ഷെ നമുക്ക് ക്യാരവന് നമ്മൾ രാവിലെ ഷൂട്ടിന് വരുമ്പോഴത്തേക്ക് രാവിലെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് വിളിക്കും, ചെളി വാരത്തേക്കും എല്ലാം കൂടെ രാവിലെ തണുപ്പ് നല്ല രസം ചള്ളയും ചെളിയൊക്കെ ഇട്ട്. എന്നിട്ട് പക്ഷെ നമുക്ക് അറിയാം റിസൾട്ട് ഇതാണല്ലോ. നമ്മൾ സെറ്റ് ഇട്ടപ്പം നമ്മൾ എനിക്ക് ഒരു 15 ദിവസത്തോളം ഒരുമിച്ച് നമ്മളെല്ലാം ഒരു ദിവസം തന്നെ ഒരു 5-6 തവണ കുളിച്ചിട്ട് നമ്മൾ ഷോട്ട് വരുമ്പോൾ പിന്നെ വീണ്ടും റെഡിയാവും. അങ്ങനെ ബ്രേക്ക് ടൈമിൽ ക്യാരംസ് ഒക്കെ കളിക്കുന്നു, അങ്ങനത്തെ പരിപാടികളാണ്, കലാപരിപാടികൾ. ഒരു റെസ്ക്യൂ എത്ര ദിവസമാണ് ശരിക്കും, അത് എത്ര നേരം വരുന്നത്? നമ്മള് ആ സെറ്റിനകത്ത് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 60 days ഷൂട്ട് ചെയ്തായിരുന്നു. ബാക്കി ഒരു 30-40 days കൊടൈക്കനാലും മഞ്ഞുമല്ലെ പോർഷൻസും എല്ലാം കൂടെ. സെറ്റ് അവസാനം വിട്ടു പോരുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഒന്നാമത് അത് പ്രിസർവ് ചെയ്യാൻ പറ്റൂല എന്നുള്ള ഒരു തിരിച്ചറിവ്. കാരണം അത്രയും സ്ഥലത്തിന് നമ്മൾ റെന്റൊക്കെ കൊടുത്തിട്ട് അവർ ചെയ്യണ്ടല്ലേ. നമുക്ക് എല്ലാവർക്കും മാനസികമായിട്ട് അതിങ്ങനെ അവിടെ തന്നെ ഉണ്ടാവണം എന്നായിരുന്നു ആഗ്രഹം. അതായത് സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് വന്ന് കാണാനും. ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് അത് വെച്ചിരുന്നു. പക്ഷെ അതിനൊരു പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുണ്ടല്ലോ, നമുക്ക് അത്രയും വലിയൊരു സ്ട്രക്ചർ എവിടെ പ്രിസർവ് ചെയ്യുന്നുള്ളത്. അപ്പൊ അവിടെ ഒന്ന് പാക്കപ്പിന് വന്ന് ഞങ്ങള് പാർട്ടിയൊക്കെ ചെയ്ത് ആഘോഷിച്ചിട്ടാണ് സെറ്റിനോട് ബൈ പറഞ്ഞിട്ട് വന്നത്. എപ്പോഴും നമ്മൾ സെറ്റ് പോന്നു, നമ്മൾ തിരിച്ച് നമ്മുടെ റൂമുണ്ട്, നമ്മളെല്ലാം ബ്രേക്ക് എടുക്കുന്ന സെറ്റ്, ഈ ബ്രേക്ക് എടുക്കുന്ന റൂമുണ്ട്, നമ്മളെല്ലാവരും കൂടെ. അതെ, എനിക്കറിയായിരുന്നത്. എനിക്കറിയാം, നിങ്ങൾക്ക് മനസ്സിലാവും. ഈ നമ്പർ കഴിഞ്ഞ ദിവസം അറിയാറുന്നല്ലേ? ആ ചേട്ടാ നമസ്കാരം. രണ്ടുപേരും കാണും. ചൊവ്വാഴ്ച ഇരിക്കാലോ അല്ലേ? റിയൽ മഞ്ഞുമൽ ബോയ്സിലെ 3 ആളുകൾ: സുജിത്തേട്ടൻ അരുൺ ചെയ്ത ക്യാരക്ടർ, അനിലേട്ടൻ അഭിയേട്ടൻ ചെയ്ത ക്യാരക്ടർ, സുമേഷ് ഏട്ടൻ നമ്മള് കുറച്ച് വെട്ടിപ്പോയ ക്യാരക്ടർ, വിവേക് ഏട്ടൻ ചെയ്ത ക്യാരക്ടർ. പറയൂ, നിങ്ങൾ പറയൂ. ഇവര് കൊടൈക്കനാലിൽ പോയിട്ട് നമ്മളുടെ ഒരു എന്താ പറയാ ഇവര് സിനിമ എടുക്കാൻ വരുമ്പോഴും ഞങ്ങളുടെ അടുത്ത് ചോദിക്കണത് നിങ്ങൾ അനുഭവിച്ച ഇമോഷൻ എന്താണ് ചോദിക്കണത്. അന്ന് ഞങ്ങൾക്ക് അത് മനസ്സിലായില്ല ശരിക്കും. അന്ന് ഇമോഷണൽ ആയിരുന്നല്ലോ, വേറെ ഏതോ ലോകത്തായിരുന്നു ഞങ്ങളും. നമുക്ക് ചിന്തിക്കാനുള്ള ഒരു ഇതില്ലല്ലോ. ഒന്ന് അരുണൊക്കെ ചേട്ടാ ആ സമയത്ത് ചേട്ടൻ എന്തായിരുന്നു മനസ്സിലായി, എന്തായിരുന്നു? അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കും. പക്ഷെ നിങ്ങൾക്ക് ഇവരെ ഈ പറഞ്ഞ പോലെ ചോദിക്കുന്നതിന് പരിമിതി ഉണ്ട്. വീട്ടിലാണെങ്കിൽ പുള്ളി പുറത്തുമാണ്. അപ്പൊ എങ്ങനെയാ? ശരിക്കും ഹായ് ഹലോ പറഞ്ഞു. ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഇവരെല്ലാം ടാലന്റഡ് ആക്ടേഴ്സ് ആണ്. ജസ്റ്റ് അരുൺ ആണെങ്കിൽ ലാസ്റ്റ് ആണ് ഈ എന്നെ അവസാനം കാസ്റ്റ് ചെയ്തത്. അപ്പൊ ഇതുപോലെ ഒരു ദിവസം എന്നെ വിളിച്ച് ഭാഗ്യത്തിന് പിറ്റേ ദിവസം നമ്മുടെ ക്യാരക്ടർ ജിൻസ് എന്ന ക്യാരക്ടറിന്റെ ചേട്ടന്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു. അതിന്റെ അടുത്ത് പറഞ്ഞ നേരെ അങ്ങോട്ട് വരാം. മഞ്ഞുമലയിൽ പോയി എല്ലാരും കണ്ടു. രാവിലെ അവിടെ എത്തി, വൈകുന്നേരം ആയപ്പോ അരുൺ മഞ്ഞുമൽ പോയി ആയി. അരുണ് മഞ്ഞുമൽ പോയി ആവാന്ന് പറഞ്ഞാൽ അരുണിനൊരു ഇതുണ്ടായിരുന്നു, ഞാൻ ആരെയും പരിചയപ്പെട്ടിട്ടുള്ളൂ. അരുൺ നോക്കുമ്പോ ബാക്കി എല്ലാവരും ഫ്രണ്ട്സിനെ പോലെ. അപ്പൊ ഞാൻ ആരെയും പരിചയപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ രാവിലെ അവിടെ കൊണ്ടുപോയി, വൈകുന്നേരം ആയപ്പോ ആനന്ദത്തിന്റെ സമയത്ത് ഒരു 2 ആഴ്ച എടുത്തിട്ടുണ്ട് ഗ്രൂപ്പായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇത് ഈ ഒരു ദിവസം കൊണ്ട് തന്നെ സെറ്റ് ആയോ? ഞങ്ങൾക്ക് മുന്നേ പരിചയം. എനിക്ക് പരിചയം തമാശയുടെ നോക്കിയത്. മൊത്തം ടീമിനെ ഒരാഴ്ച എടുത്തു. അല്ല, ഇവന്റെ ഭയങ്കര സർപ്രൈസ് എൻട്രി ആയിരുന്നു. കാരണം പ്രീ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ അവിടെ ഫ്ലാറ്റില് ഒരു ബോർഡിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഫോട്ടോയും അതിനകത്ത് ഫിക്സ് ആയ കാസ്റ്റിംഗിൽ ആക്ടേഴ്സിന്റെ ഇപ്പൊ നമ്മുടെയൊക്കെ ഫോട്ടോ വരുന്നത് എപ്പോഴാണ് ഇങ്ങനെ നോക്കുക, ഇടക്കിടക്ക് പോകുമ്പോഴേ ചോദിക്കില്ലെങ്കിലും അവിടെ ഒന്ന് നോക്കും ഫോട്ടോ വന്നു. അപ്പൊ എന്റെയൊക്കെ ഇടക്ക് വന്ന് കുര്യന്റെ അവസാനം വന്ന ഫോട്ടോ. അപ്പൊ ഞാനിങ്ങനെ അതിനകത്ത് നിങ്ങളെല്ലാവരും നോക്കിയിട്ട് ഇതിനകത്ത് ആരായിരിക്കും ഞാൻ ഇങ്ങനെ സ്വയം സങ്കല്പിച്ചിരിക്കുന്ന നിൽക്കുകയായിരുന്നു. പക്ഷെ നല്ല റോള് കിട്ടി. ഇല്ല, ആരാണെങ്കിലും ഈ ക്രിക്കറ്റ് ടീമിനെ പോലെയാണല്ലോ 11 പേര്, ഓരോരാളും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ലൈക്ക് സോ യു ആർ ഇൻ ദ ടീം. അതാണ് അതിൻ്റെ ഒരു
സംഭവം ഞാൻ വിശ്വസിക്കുന്നത്. അല്ല അതാണ് അത് കറക്റ്റാ. ഒരാളില്ലെങ്കിൽ ഇപ്പൊ വിക്കറ്റ് കീപ്പർ ഇല്ലെങ്കിൽ ഇല്ല, ഇല്ലല്ലോ, ബൗളർ കറക്റ്റ് 11 പേരാണ്. അതാണ് ക്രിക്കറ്റ് ടീമിന്റെ കറക്റ്റ് സാധനമുണ്ട്. പിന്നെ അനില് ഒരു ക്രിക്കറ്റ് പ്ലെയർ ആണ്. അപ്പൊ എന്റെ അടുത്ത് അത് ഡയറക്ടർ ഒരു ബ്രീഫ് പോലെ പറഞ്ഞായിരുന്നു. കോസ്റ്റ്യൂംസ് ഒക്കെ അങ്ങനെയാണ്, ട്രാക്ക് പാൻ. അല്ല സത്യം പറഞ്ഞാലേ ഞാൻ പാട്ട് സീനില് ബോൾ ചെയ്യണ അപ്പൊ ഞാനത് ഇത് എല്ലാ ഇവന്മാര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ആക്ടിവിറ്റി കിട്ടി. എന്താണെന്നുള്ള സാധനത്തിൽ നമുക്കൊരു ആക്ച്വലി ഞാനിപ്പോഴും അതുപോലെ തന്നെ ഇടയ്ക്ക് ഈ സാധനം ഉണ്ടാവില്ല. അത് ക്രിക്കറ്റ് കളിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവും. ഇവരെല്ലാവരും എനിക്ക് തോന്നുന്നു കുറെ കാര്യങ്ങൾ അറിയാണ്ട് തന്നെ നിങ്ങൾക്ക് നമ്മളുടെ അത് ശരിയാട്ടോ, കുറെ കാര്യങ്ങൾ അറിയാതെ വന്നിട്ടുണ്ട്. അതായത് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ ആ സിറ്റുവേഷനിൽ എത്തുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളത് അതിപ്പോ എന്ത് നമ്മൾ റിഹേഴ്സ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് തോന്നില്ല. ആ ഇമോഷണൽ മൊമെന്റ് അഭിനയിക്കുമ്പോഴാണെങ്കിലും ഡയറക്ടർക്ക് ഒരു പങ്കുണ്ട്. സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്ത് അതാ സെറ്റിനകത്ത് ആ മഴയൊക്കെ പെയ്യുമ്പോഴും ആ വെള്ളം ഇങ്ങനെ വരുമ്പോ തടഞ്ഞു നിർത്തുന്ന സീനിലൊക്കെ, അപ്പൊ അത് ശരിക്കും നമ്മൾ ചെയ്യുമ്പോഴും അത്ര ഇമോഷണൽ ആയിരുന്നു. കാരണം അതാണ് മൊത്തം സെറ്റപ്പ് റിയൽ ആണെങ്കിലേ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അറിയാതെ നമ്മളത് ആയിപ്പോവും. അങ്ങനെ അതെ, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സീനായിരുന്നു. അത് ഷൂട്ട് ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരുന്നു. അതിന്റെ ഷോർട്സ് അവൻ കൈകെട്ടി നിൽക്കണൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ അഭിനയിക്കണല്ലോ. കുര്യനകത്ത് കയറി കൈകെട്ടി, പക്ഷെ അമ്മ പറഞ്ഞത് അവനെ കൈകെട്ടിയൊക്കെ നിൽക്കണ കണ്ടു കഴിഞ്ഞാൽ അരുണിന്റെ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സും അവർ പറയണത് അവരാണ്. ഞങ്ങള് 2006 എങ്ങനെയായിരുന്നു അതുപോലെയാണ് സ്ക്രീനിൽ കണ്ടത്. ശരിക്കും നമ്മൾ രണ്ട് കൂട്ടർക്കും ഭയങ്കര ഭാഗ്യമാണ് ശരിക്കും. നമുക്കും ഒരു നിങ്ങളെ പോലത്തെ റിയൽ ആയിട്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന ആളെ ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാരക്ടർ ചെയ്ത ആക്ടറിനെ കാണാൻ പറ്റും. നിങ്ങൾ ഒരു ബയോപിക്കിൽ ഒരാളോ രണ്ടാളൊക്കെ ഉണ്ടാവുന്നല്ലേ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാര്. അതും സ്വന്തം പേരിലാണ് എല്ലാരും ഇതില് നമ്മൾ കാണാതെ പോകുന്ന അല്ലെങ്കിൽ കുറച്ച് ഭാഗത്ത് വിവേകേട്ടൻ ചെയ്ത റോള് പോകുന്നുണ്ട്. സുമേഷ് ഏട്ടൻ അതിലൊരു മേജർ റോള് പ്ലേ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സ്റ്റോറിയിൽ. അപ്പൊ കഥ നിങ്ങൾ തന്നെ പറയാം. അല്ല ഞാനൊരു കാര്യം പറഞ്ഞു, ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചു, നമുക്ക് നാട്ടിൽ ഇത് പറയാൻ പറ്റില്ല. നമ്മ ആരടുത്ത് പറയും? നമുക്കൊരാൾ വേണം. കാരണം ഹോസ്പിറ്റലിൽ അന്ന് ക്യാഷ് ഇല്ല. കാരണം അവർ മൊത്തമായിട്ട് ക്യാഷ് മേടിച്ചെടുത്തു. ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഓൾറെഡി സുഭാഷ് ഇരിക്കാൻ പറ്റുള്ള അവന് നേരെ ഹോസ്പിറ്റലൈസ് ചെയ്യണം. അതിന് ക്യാഷ് ഇല്ല, ഒന്നുമില്ല. പിന്നെ നമ്മൾ ആരടുത്ത് പറയും? അപ്പം അങ്ങനെ നോക്കുമ്പോൾ സതുച്ചേട്ടനാണ് ഞങ്ങൾക്ക് ആകെയുള്ളൊരു ഓപ്ഷൻ. പെട്ടെന്ന് തന്നെ ഫോൺ വിളിച്ചു, പുള്ളിയെടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. പുള്ളി ഞങ്ങൾ ചെല്ലണം മുമ്പ് തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് നേരെ സെൻറ്റ് ജോസഫ് മഞ്ഞുമൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. പുള്ളിയാണ് അവിടെ എല്ലാം ചെയ്തു തന്നത്. അതുകൊണ്ട് പുള്ളിക്കൊരു താങ്ക്സ് ഉണ്ട്. പുള്ളി പറയുന്നത് ബെല്ലോടത്ത് കിടന്നിട്ട് സുഭാഷിനെ ഞങ്ങൾ പൊക്കി എടുത്തുകൊണ്ട് പോയതാണ് ആ സംഭവം. സിനിമയിലും അത് പറയുന്നുണ്ട്. ഞാൻ ബൈക്കിൽ വന്ന് പറയുന്നുണ്ട്. കുട്ടേട്ടൻ സുഭാഷിനെ വിളിച്ചോണ്ട് പിന്നെ സൗചിനും പറയുകയും ചെയ്തു, ഇവരൊക്കെ ഈ 2 മണിക്കൂർ അനുഭവിച്ചത് 2 മിനിറ്റിൽ ഫോൺ കോളിലാണ്. ഇതില് ഒന്നാമത്തെ കേസ് ഇവര് പോയ പിന്നെ ഞാൻ കട്ടിലേന്ന് എഴുന്നേറ്റിട്ടില്ല. കാരണം 10 പേരും പോയേക്കാണ്. ഞാൻ മാത്രം അവിടെ ഒറ്റക്ക്. വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. അവിടെ കഴിക്കാൻ സങ്കടപ്പെട്ട്. അപ്പോഴാണ് 2ാമത്തെ ദിവസം വൈകുന്നേരം സുഹിത്ത് വിളിച്ചിട്ട് പറഞ്ഞു, എടാ ചാനൽ ഏത് ചാനലാണ് വെച്ചേക്കണത്, തമിഴ് ചാനലാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല, തമിഴ് ചാനലാണെങ്കിൽ മാറ്റിക്കോ, ചെറിയ ന്യൂസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ന്യൂസാ, എന്ത് ന്യൂസ്? അപ്പൊ എന്റെ വിചാരം ഇവന്മാരോട് ഇടി ഉണ്ടാക്കി, ന്യൂസൊക്കെ ഒരാളുടെ ഇടി ഉണ്ടാക്കി വിചാരം. എന്റെ ഇങ്ങനെ ആക്സിഡന്റിലേക്കൊന്നും പോകണല്ല, അങ്ങനെ ചിന്തിക്കണത്. അപ്പൊ പറഞ്ഞു ഇല്ലാടെ സുഭാഷ് ഒരു കുഴിയിൽ വീണെന്ന്. കുഴിയിൽ വീണം, അതിനിപ്പോ എന്താ? ആ കുഴിയിൽ വേണ്ടി ഇതുവരെ ആരും തിരിച്ചിട്ടില്ല. ആ സമയത്ത് കൈകാലും പറിച്ചു ചെയ്യും. അപ്പൊ ഇങ്ങനത്തെ കുഴിയാണ്, ഇങ്ങനത്തെ പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ സുഭാഷ് എന്ന് വെച്ചപ്പോൾ സുഭാഷ് കിട്ടി. അപ്പൊ ഞങ്ങളിവിടെ നിന്ന് പോരാണ്, ചെറിയ പരിക്കൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു. ആരതും പറയുമെന്ന് പറഞ്ഞു, ആരതും പറയുകയും ചെയ്തെന്ന് പറഞ്ഞു. ഇവർക്ക് 10 പേർക്ക് അങ്ങനെ എന്തെങ്കിലും പറയാം. ഞാൻ വെളുപ്പിന് വരെ, എന്നിട്ട് ഇവര് 5:30-6 മണിക്ക് എത്തുമെന്ന് പറഞ്ഞിട്ട് ഞാൻ 3 മണിയാകുമ്പോ എഴുന്നേറ്റ് ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് പോയി ഇരിക്കുകയാണ്. വീട്ടിലിരിക്കാൻ പറ്റണല്ലോ. ഇവരെ കാണാണ്ട് നമുക്ക് ഫോണും മൊബൈലും ഇതൊന്നും ഇല്ലല്ലോ. എന്താ സംഭവം ഒന്നും അറിയില്ല, ഉറക്കം പറ്റില്ല. എന്നിട്ട് 3 മണിയാകുമ്പോൾ നേരെ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് പോയി നിൽക്കുകയാണ്. 5:30-6 മണിയാകുമ്പോൾ ഇവർ എത്തണ വരെ അവിടെ നിന്ന് നേരിട്ട് കണ്ടു കഴിയുമ്പോഴാണ് നമുക്കൊരു ആശ്വാസം.
അതങ്ങനെ ഒരു ഇപ്പൊ സോഷ്യൽ മീഡിയ ഉള്ള കാലത്ത് നമുക്കിത് അതങ്ങനെ ഒരു 1 month വരെ അങ്ങനെ പോയി ആരടുത്തും പറയാണ്ട്. ഇവര് പറഞ്ഞ ആരതും പറയരുത് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ ട്രസ്റ്റും ആ ബോണ്ടിങ്ങും എങ്ങനെ സംഭവിച്ചു? അത് ഒരു നാട്ടിലൊരു മനുഷ്യനെ അറിയാതെ 12 ആള് സൂക്ഷിച്ചെന്നുള്ള അല്ലേ? ഇവരായിട്ടാ ഇപ്പൊ അപ്പോഴത്തെ കാലമായിട്ട് ഇപ്പൊ ഏതൊക്കെ ഇപ്പൊ എന്തായാലും ഇപ്പൊ എന്തായാലും പബ്ലിക്കോ അങ്ങനത്തെ കാലമാണ്. പിന്നെ ഫ്രണ്ട്ഷിപ്പ് അത്ര സ്ട്രോങ് ആണ്. ഇവരുടെ ഗ്രൂപ്പ് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇവര് ഒരുമിച്ചുണ്ടെങ്കിൽ ഒട്ടിച്ച പോലെയാ. വെരി സ്റ്റിക്ക് ടു ടുഗദർ. എന്താ അതിന്റെ ഒരു സീക്രട്ട്? അത് സീക്രട്ട് ഒന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഓർമ്മ വെച്ച കാലം ആ തുടങ്ങി എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചാണ് അത്. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ എന്താണ് അവരുടെ ക്യാരക്ടർ എന്ന് വ്യക്തമായിട്ട് അറിയാം. വളരെ വ്യത്യസ്തരായ കുറെ മനുഷ്യര്. അതെ, ഈ 11 പേര് വ്യത്യസ്തരാണ്. ശരിക്കും ഞങ്ങൾ 11 പേരല്ല കേട്ടാ, 10-40 പിള്ളേരുണ്ട്. ആ, അതാണ് പറയുന്നത് team എന്ന് പറയുന്നത്. ടൂർ പോയത് 11 പേരാണ്. ഈ വീണപ്പോഴേ കുട്ടേട്ടൻ കൂടെ താഴേക്ക് ഇറങ്ങിയല്ലോ, ഓൾറെഡി ഒരാൾ പോയി കിടക്കുക. അപ്പൊ രണ്ടാമത്തെ ആളും കൂടെ നിങ്ങൾ പറഞ്ഞു വിട്ടിട്ടുള്ള നിങ്ങളുടെ ഒരു ഇവര് ചെയ്യുന്നതിൽ തന്നെ ഞങ്ങളൊക്കെ സീറ്റിന്റെ അടിച്ചിൽ ഇരുന്നിട്ട് അത് കണ്ടിട്ടുണ്ടായിരുന്നു. ആകെ 2 സ്ഥലത്ത് ഞാൻ നേരത്തെ പറയുന്നു, ഇങ്ങോട്ട് ചാരി ഇരുന്നിട്ടുള്ളൂ. ഒന്ന് വവ്വാല് പുറത്തേക്ക് വന്നപ്പോഴും ഒന്ന് കഴുത്തിന് പിടിച്ചപ്പോഴും, ബാക്കി ഫുൾ സീറ്റ് അടിച്ചിലാണ് കണ്ടിരുന്നത്. പുറത്ത് നിൽക്കുന്ന അവസ്ഥ എന്തായിരുന്നു? അല്ല, അത് ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ കൂട്ടത്തില് ഫസ്റ്റ് കുട്ടൻ പറഞ്ഞത് ഫസ്റ്റ് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആർക്കും പറയണം തോന്നണേക്ക് മുമ്പ് കുട്ടൻ്റെ സ്ട്രോങ് ഇതിൽ പറഞ്ഞു, ഞാൻ കയറി കെട്ടി തന്നാൽ ഞാൻ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മളൊക്കെ ഒരു ശരിയാണ്, ഞങ്ങളൊക്കെ ഇറങ്ങാൻ റെഡി ആയിട്ട് നിൽക്കുന്ന സമയം. അല്ല, ആ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തു പോകും. സുഭാഷിൻ്റെ വീട്ടിൽ ഇപ്പോൾ സുഭാഷിൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ സുഭാഷാണ് ഒരുമിച്ച് അവർ വർക്ക് ചെയ്ത് ഇതാണ് കുടുംബം കഴിഞ്ഞു പോണത്. പിന്നെ ഒരു ചെറിയ അനിയൻ സുമേഷ്. നമുക്ക് ആ സാഹചര്യത്തിൽ ഇവനില്ലാണ്ട് വന്നു കഴിഞ്ഞാൽ അറിയാലോ, വീട്ടുകാരായാലും വീട്ടുകാരായാലും ഇവൻ ഞങ്ങളുടെ വീട്ടുകാരായാലും നമ്മളെ അത് അങ്ങനെ എഫക്റ്റ് ചെയ്യുള്ളൂ. അതും എല്ലാ ഒരു ചിന്ത ആ സമയത്ത് അതല്ല കുട്ടനെ പറയുമ്പോ കുട്ടന്റെ സൗണ്ട് അത്ര കോൺഫിഡന്റ് ആണ്. അന്നത്തെ പ്രായത്തില് കുട്ടൻ അത് പറയുമ്പോ കയറ് കെട്ടി തന്നാൽ അത്രയും പേര് നിൽക്കുമ്പോ കുട്ടൻ കുട്ടനായിരുന്നു നിങ്ങളുടെ കൂട്ടത്തില് മൂത്തത് അല്ലെ? ഏറ്റവും മൂത്തത് ഞങ്ങളൊക്കെ കുട്ടൻ 2 വയസ്സിന്. സുമേഷ് അങ്ങനെ ആ സാഹചര്യത്തിൽ ഇറങ്ങാൻ വന്ന ആളും മടിച്ചു നിൽക്കണു, ഇറങ്ങണില്ല. ആ സാഹചര്യത്തിൽ കുട്ടൻ ഞാൻ ഇറങ്ങിക്കോളാന്ന് പറഞ്ഞു. സാധാരണ ഇപ്പൊ സിനിമയിൽ കാണിക്കണ കെട്ടി തന്നാ ഞാൻ ഇറങ്ങിക്കോളാം എന്നാണല്ലോ. ഇത് കുട്ടൻ കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത്, കയറി കെട്ടി തന്നാ ഞാൻ ഇറങ്ങിക്കോളാം. ഇതില് ചിതു പറയുന്നുണ്ട് വർക്കിംഗ് ക്ലാസ് ആയതുകൊണ്ടാണ്, സിജുവിന്റെ ഒരു തൊഴിലാളി ആയതുകൊണ്ടാണ്, അല്ലാതെ ഒരാൾക്ക് പോയിട്ട് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ഒരു ഇപ്പൊ എല്ലാവരും പൊളിറ്റിക്കലി ഇതിന് എഴുതുന്നതിലൊക്കെ പറയുന്നത് വർക്കിംഗ് ക്ലാസ് ഹീറോസ് എന്നാണ് പറയുന്നത്. ആ കാലത്ത് ആ പ്രായത്തില് പിന്നെ അന്ന് ഈ പറഞ്ഞല്ലേ ഞങ്ങള് ജസ്റ്റ് കോളേജ് കഴിഞ്ഞിട്ടുള്ള ടൈമാണ്. ഈ പറഞ്ഞ ക്രിക്കറ്റ് കളിയുണ്ട്, നീന്താൻ പോകും, ഒളിച്ചുമാത്തം കളിയുണ്ട്, വടംവലിയുണ്ട്. വടംവലിയുണ്ട്. എല്ലാവരും ആക്റ്റീവാണ്. വടംവലിയാണ് ഇവരുടെ ഹൈലൈറ്റ്. നിങ്ങളുടെ വടംവലി ഇവരുടെ ഞങ്ങളൊന്നുമല്ല, അതെ ഇവര് പുല്ല് പോലെ ഇവരായിട്ടാ വലിച്ചത് അറിയില്ലേ? ഫസ്റ്റ് കാണിക്കുന്നില്ല, ശരിക്കും വടംവലിയായിരുന്നു. വടംവലിയായിരുന്നു. That is very tough. It's not very easy. ഞങ്ങളൊരു ദിവസം സെറ്റിൽ ചെല്ലുമ്പോ എല്ലാവരുടെയും കൈയുടെ ഇവിടെയൊക്കെ പ്രാക്ടീസ് ഇത്രയും ഫിസിക്കലായിട്ട് പണിയെടുത്തിട്ടുണ്ടാവില്ല. ഇവരിപ്പോഴും അതേ പവറിലാണ് അല്ലേ? എത്ര വർഷങ്ങൾക്ക് അതിലൊക്കെ കാണിക്കണ പോലെ തന്നെ ആ 1.5 ടണ്ണിന്റെ ആ കോൺക്രീറ്റ് സ്ലാബ് ഇവരെ കൊണ്ട് വലിപ്പിക്കുകയും ചെയ്തത്. അല്ലാണ്ട് ഒരു പ്രാക്ടീസ് സെഷൻ കാണിക്കുന്നുണ്ട്. ട്രിക്കിന് വേണ്ടി കാണിക്കണമെന്നില്ല. 1.5 ടൺ ഇവര് എല്ലാരും കൂടി വലിക്കുകയും ചെയ്യണം. അതിനുള്ള ഡയലോഗും പറയണം. ഗോവയുടെ ചന്തോന്നിട്ട് വിടത്തില്ലേ? അപ്പോഴാ ഞാൻ പറഞ്ഞത് എന്നെ ഒന്ന് കട്ട് ചെയ്ത് വിടാം. അറിഞ്ഞില്ല. അത് വിടുമ്പോ ആ റോപ്പ് ഇങ്ങനെ വലിയും, റോപ്പ് വലിയുമ്പോ നല്ല റഫാണ്. അത് ഭയങ്കരമായിട്ട് ഓരോ പൊസിഷൻ നിൽക്കുമ്പോ അവരുടെ അഞ്ചിന്റെ ബാക്കൊക്കെ പൊട്ടിയിരുന്നു. നമ്മുടെ കൈ ഇങ്ങനെ മറ്റേ തിരിച്ചു പിടിച്ച്. പിന്നെ നമ്മള് സെറ്റ് വന്നപ്പോ ബാലുവിന്റെ കൈ ഓൾറെഡി കീറിയിരിക്കുന്നു. അതിന്റെ പുറത്ത് ആ ചന്തു മേളിൽ വരുന്ന ഷോട്ടൊക്കെ നമ്മളെല്ലാരും മുറിഞ്ഞിരിക്കുക. എന്നിട്ട് അതിന്റെ പുറത്ത് കയർ വീണ്ടും അത് കഴിഞ്ഞിട്ടാണ് മറ്റേ അതിന്റെയൊക്കെ എഫർട്ടാണ് ഇപ്പൊ പടം. അല്ല, ഇവരന്ന് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നു രാത്രി. ഞങ്ങള് ഇതൊന്നും അറിയില്ല ഞങ്ങൾക്ക്. അപ്പൊ ഞങ്ങൾക്ക് ഒരു ദിവസം വീട്ടിൽ വന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട് ഇവര് 10 മണിക്ക് ഈ സെഷനിൽ കഴിഞ്ഞിട്ടാണ് വരുന്നത്. എല്ലാരും ടയേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ മറിഞ്ഞു വീഴും. അങ്ങനെ നിൽക്കണ ഇവരെല്ലാരും. പക്ഷെ എന്നിട്ട് ഒരു 10 മണിക്ക് ഞങ്ങളുടെ അടുത്ത് വന്ന് ഭക്ഷണം കഴിച്ചു. അത് മാത്രമല്ല പിറ്റേ 5 മണിക്ക് ചെല്ലണോടാ. അതാണ് വേറെ കേസ്. അത് ഇവരുടെ വീടിന്റെ അടുത്ത് തന്നെയായിരുന്നു ഷൂട്ട്. അല്ലല്ല, മഞ്ഞുമല്ലി വടംവലി അതൊക്കെ അവിടെ. വടംവലിയൊക്കെ പോസിറ്റീവുകളുടെ ഇടയിൽ ഒരു നെഗറ്റീവ് വന്നിരുന്നു. അത് നേരിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളെ
നിങ്ങൾക്കെതിരായിട്ട് അല്ലേ, നിങ്ങളത് ജീവിച്ച ജീവിതത്തിനെതിരായിട്ട് ആ ഒരു എഴുത്ത് എന്നുള്ളത് വരുന്നത്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള മറുപടി ആ ന്യൂസ് എവിടെ നിന്ന് വന്നോ അതിന്റെ കമന്റ് ബോക്സിൽ നോക്കി അറിയാൻ പറ്റും. അതാണ്, ഞങ്ങൾക്കൊന്നും പറയാനില്ല അതിൽ. ഞങ്ങൾക്ക് അല്ല, ഞങ്ങൾക്ക് ഇവിടുന്ന് വരുന്ന പോസിറ്റീവ് ന്യൂസ്, പോസിറ്റീവ് മെസ്സേജസ് വായിച്ച് തീർക്കാൻ മാത്രം നമുക്ക് നേരമില്ല. അത്രയും മെസ്സേജസ് വരുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഇത് നിങ്ങൾ കേട്ടിട്ടില്ല, അതിന്റെ വഴിക്ക് നടന്നോളൂ. കേട്ടിട്ടില്ല, ഞങ്ങൾ വായിച്ചിട്ടില്ല, കേട്ടിട്ടില്ല. സിനിമയുടെ അഭിപ്രായങ്ങൾ പലരും പറയായിരിക്കും. ഇപ്പോഴും സിനിമയെ പറ്റി ആർക്കും സാധാരണ ഇപ്പൊ ഒരു പടം ഇറങ്ങി, ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു മിക്സഡ് ഇതായിരിക്കും വരാം. കുറച്ചൊരു ഗ്രൂപ്പ് പറയും സിനിമ നല്ല സിനിമ, കുറച്ചൊരു ഗ്രൂപ്പ് പറയും അത് പോരാ. അല്ലെങ്കിൽ പക്ഷെ ഈ സിനിമക്ക് അങ്ങനെ ഒറ്റ അഭിപ്രായമുള്ളൂ. അതാണല്ലോ ഈ കോടികൾ ഇത്രയും ദിവസത്തിന്റെ. പിന്നെ ഇത് ഓക്കെ ഒരു വൻ വിജയമാകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അതിനെതിരെയുള്ള നോട്ടവും കുറച്ച് കർശനമാവും. അതേപോലെ നിരീക്ഷണങ്ങൾ ലേശം കർശനമായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിനെ പോലുള്ള റൈറ്റേഴ്സ്, ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ട്, 100 സിംഹാസനം എന്നത്. അപ്പം അദ്ദേഹം അങ്ങനെ ഒരു കാര്യമില്ലാതെ പറയുന്ന ഒരാളായിട്ട് തോന്നുന്നില്ല. പക്ഷെ ഒരു ഇപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ അധസ്ഥിത വർഗത്തിൻ്റെ അങ്ങനത്തെ കുറേ ഈ സബാൾട്ടൺ, നിങ്ങൾ പറഞ്ഞ വർക്കിംഗ് ക്ലാസ്സിൻ്റെ സബാൾട്ടൺ ഹീറോസിൻ്റെ ഒക്കെ ഒരുപാട് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ജയമോഹൻ എന്ന് പറഞ്ഞ അദ്ദേഹം ആ 100 സിംഹാസനത്തിൽ എഴുതിയത്. അതേപോലെ ചിദംബരവും നടന്ന കാര്യമാണ് എഴുതിയത്. അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ കുറ്റം പറയാൻ പറ്റും? നടന്ന കാര്യത്തിന് നമുക്ക് ലൈക്ക് വി ആർ ജസ്റ്റ് റെപ്രസെന്റിങ് വാട്ട് ഇറ്റ് ഈസ്. അത് സെയിം പ്രോസസ്സാണ് ക്രിയേറ്റീവ്ലി. അത് അദ്ദേഹം മനസ്സിലാക്കണമായിരുന്നു. അതാണ് എനിക്ക് തോന്നുന്നത്. മുഴുവൻ കാണിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ അത് 100% എന്ന് പറയില്ലെങ്കിൽ ഒരു 90-95% ട്രൂത്ത്ഫുൾ ആണ് ഇവരുടെ ലൈഫായിട്ട് മഞ്ഞുമൽ ബോയ്സ്. കുറച്ച് ഈ ആങ്ഷ്യസ് ആക്കുന്നതുള്ളതുകൊണ്ട് സെൻസർ ചെയ്തു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നു? ഇല്ല, സെൻസർ ഒന്നും ചെയ്തില്ല. ഇത് എൻ്റെ അറിവിലില്ല. ഈ ഡിസ്റ്റർബിംഗ് ഇല്ല, ഭയങ്കരമായിട്ട് ആങ്സൈറ്റി കൂട്ടുന്നുണ്ട്. ക്ലീൻ യു സർട്ടിഫിക്കറ്റ് ആയിരുന്നു. അല്ല, ആ പോർഷൻസ് കളഞ്ഞു എന്നിങ്ങനെ കേട്ടു. ഇല്ലില്ല, ഒരു എൻ്റെ അറിവിലില്ല. ഇല്ലില്ല, അതുകൊണ്ട് വാക്കുകളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അത് അറിയാലോ. ആ സെൻസർ അല്ലാതെ മറ്റ് സെൻസറൊന്നും ചെയ്തു. അത് ഞാൻ ചോദിച്ചപ്പോ ഈ ഡയലോഗ് പറയുമ്പോ ഇവര് 2006 ആണല്ലോ. നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന പല വേർഡ്സും അന്ന് ഇവര് യൂസ് ചെയ്യില്ലല്ലോ, ചെറുപ്പക്കാരിപ്പോ യൂസ് ചെയ്യുന്ന. അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു? ഇല്ല, കൊച്ചിയുടെ ഇവരുടെ മഞ്ഞുമൽ ഭാഗത്തുള്ള എറണാകുളംകാരുടെ പൊതുവെയുള്ള ഭാഷ അത് കാലാകാലങ്ങളായിട്ട് അത് തന്നെയാണ്. 2006 ഈ പറഞ്ഞ പോലെ ഒരു ന്യൂ ഏജ് തന്നെയാണല്ലോ ഇൻ ദ സെൻസ്. നമ്മൾ അങ്ങനെ നോക്കുക. വേറെ കാര്യം, നിങ്ങളന്ന് ടൂറിന് പോയ പ്രായമുണ്ടല്ലോ, ഇപ്പൊ നമ്മൾ അഭിനയിച്ച പ്രായമുണ്ടല്ലോ. അതായത് ഇപ്പൊ അവർക്ക് സെയിം പ്രായമായി. അപ്പോഴാണ് നമ്മൾ അവരുടെ ആ പ്രായം അഭിനയിക്കുന്നത്. ലൈക്ക് അന്ന് അവര് വളരെ എങ്ങായിരുന്നു അല്ലേ? 18-22 വയസ്സ് ആലോചിച്ചൊക്കെ. അപ്പൊ ഇതിനകത്ത് സൗമ്യന്റെ ആലോചിച്ചൊക്കെ ഞാനും സൗമ്യൊക്കെ ഇപ്പോഴാണ് ആ ഏജിലേക്ക് പോകുന്നത്. അപ്പൊ അതൊരു സംശയം ഉണ്ടായിരുന്നു. ചിതു അത് തമാശക്ക് പറയായിരുന്നു, മഞ്ഞുമൽ അങ്കിൾസിന്റെ പേരിടേണ്ടി വരുന്നു, മഞ്ഞുമൽ അങ്കിൾസ്കാർ വിളിക്കേണ്ടത്. അപ്പൊ ഞങ്ങൾക്കൊക്കെ ഇതുണ്ടായിരുന്നു, നാട്ടുകാർ ഈ ബോയ്സ് ഒക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത്തരത്തിൽ ആരും പറഞ്ഞില്ലായിരുന്നു. അല്ലേ അല്ല, ഞങ്ങൾക്കൊരു ഭാഗ്യം കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് എത്ര വയസ്സായാലും ആൾക്കാർ ഞങ്ങൾ മഞ്ഞുമൽ ബോയ്സ് അറിയപ്പെടുള്ളൂ. അതൊരു ഭാഗ്യമാണ്. ഒരു ഗിഫ്റ്റ് കൊടുക്കാന്നൊക്കെ പറഞ്ഞു വെച്ചിരുന്നല്ലോ. ഗിഫ്റ്റ് ഒക്കെ വൈകിട്ട് സോണി മോനെ വിളിച്ചോളൂ. മോനെ വാ. ഹലോ, ഞങ്ങൾ അന്ന് മുടങ്ങി പോയ ട്രിപ്പ്. ഇനി നിങ്ങൾ യൂറോപ്പിൽ വല്ല ട്രിപ്പ് പോടാ. സിനിമ എടുക്കുമ്പോ ഒരു യൂറോപ്പ് ട്രിപ്പ് അടിക്കട്ടെ. അറിയായിരുന്ന ഈ സംഭവമൊക്കെ പണ്ട് അച്ഛൻ ചെറുപ്പത്തിൽ കാണിച്ച? അറിയായിരുന്ന? സിനിമ ഇറങ്ങുന്നതിന് മുന്നേ അറിയായിരുന്നോ? ആണോ? ശരി. സ്കൂളിലൊക്കെ എന്താ പറയുക കൂട്ടുകാരൊക്കെ? സെൽഫി എടുക്കാറുണ്ടോ? ഉണ്ടല്ലേ? ഒരു പാട്ട് ഡെഡിക്കേഷൻ ചേച്ചി കിട്ടില്ല. അതെ വീഡിയോ കോൾ ശരി.
All team ready. Okay. Thank you so much. കുറേ തിരക്കുകളാണ്, ഭയങ്കര തിരക്കുകളാണ്. അതൊക്കെ ഇവര് കഷ്ടപ്പെട്ട തന്നെയാണ്. അതെ. ഞങ്ങളാകെ 2 മാസം പോയ 3 മണിക്കൂറാണ് അതിൻ്റെ ഉള്ളിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇവര് ഏകദേശം ഒരു 1-2 വർഷം അതിനേക്കാളും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് അതിന്റെ ഞങ്ങളാണിപ്പോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് ഭയങ്കര നന്ദിയുണ്ട് ഇവരുടെ അടുത്ത് പേഴ്സണലി. ബിക്കോസ് ഓൾ മഞ്ഞുമൽ ബോയ്സ് അവരുടെ നമ്മുടെ ഭാഗത്തുനിന്ന് ഇവരത് അവരുടെ ജീവിതം നമ്മളെ സിനിമയാക്കാൻ അനുവദിച്ചു. അതായത് നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ നടക്കില്ലല്ലോ. ഇവർക്ക് വേണ്ടി ചെയ്തു എടുത്തത് ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ചിതു ചോദിച്ചത് നിങ്ങളെ ഹാപ്പി ആക്കാന്നാണ്. ശ്രീനാഥ് ബാസിയൊക്കെ ചോദിക്കണത് ഈ പടത്തോടു കൂടി നിങ്ങൾ ആ സംഭവം വിട്ടേക്കണം, ഇത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പടം എന്നാണ് പറഞ്ഞത്. അതുപോലെയാണ് ആ ഡെഡിക്കേഷൻ അവർ ഞങ്ങളോട് കാണിച്ചത്. സുഭാഷ് ഏട്ടനെ കെട്ടിക്കണം. ഇന്നലെ തൃശ്ശൂർ തിയേറ്ററിൽ പോയിട്ട് ഇതുപോലെ പടം ഇന്റർവെൽ ആയപ്പോ എന്നിട്ട് സുഭാഷിന് വന്നിട്ട് ഒരു അമ്മ കരയാണ്. തമിഴ്നാട്ടിൽ സുഭാഷിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയെ കൊടുക്കണ്ടായിരുന്നു കരച്ചില്. രണ്ടുപേരെയും നോക്കിക്കഴിഞ്ഞാൽ അഭിചേട്ടൻ ഗുജറാത്തിലൊക്കെ 2002 കാലത്ത് പോയി പഠിച്ച് അവിടെ ഒരു ലൈഫ് ഒരു ടീനേജ് തൊട്ട് ഉണ്ടായിരുന്ന ആളാണ്. അരുൺ അബ്രോഡാണ് പഠിച്ചത്, പിന്നെ പല സ്ഥലങ്ങളിലായി കോളേജും ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഇവിടെ മാത്രമല്ലാത്തത് ആക്ടിങ്ങിൽ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യണം? ഇപ്പൊ ലാംഗ്വേജ് വൈസ് ആണെങ്കിലും ഇപ്പം ഞാൻ 9ാം ക്ലാസ് വരെ ഗൾഫിലായിരുന്നു, സ്കൂൾ സമയം. അത് കോട്ടയത്തായിരുന്നു, കോട്ടയം, കോയമ്പത്തൂർ, ബോംബെ. അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചാൽ എല്ലാം ക്യാരക്ടേഴ്സും നമുക്ക് ചാലഞ്ചിങ് ആയിട്ടാണ് പേഴ്സണലി തോന്നുന്നത്. പിന്നെ എല്ലാത്തിനും അതിൻ്റെതായ പിന്നിൽ ഒരു വർക്കുണ്ട്, ഹോം വർക്ക് ഉണ്ട്. നമ്മളെല്ലാം അത് ഒരു എക്സ്പോഷർ എന്നുള്ള രീതിയിൽ, കാരണം കുറേ മനുഷ്യരെ നമ്മൾ കാണുകയാണ്. അത് എന്ത് ക്യാരക്ടറാണോ അത് ഡയറക്ടറിൻ്റെ ഒരു ഗൈഡൻസോടെ നമ്മൾ ചെയ്യുക, അതിൽ വർക്ക് ചെയ്യുക എന്നുള്ളൊരു എയിമാണ്. എല്ലാ എവറി ആക്ടർ അങ്ങനെയാണെന്ന് തോന്നുന്നു ചെയ്യുന്നത്. ലാംഗ്വേജ് ഓഫ് കോഴ്സ് ലൈക്ക് നമുക്ക് നല്ലതാണല്ലോ, ഒന്നിൽ കൂടുതൽ ഭാഷ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എനിക്ക് അങ്ങനെ ഒരു ഇപ്പോൾ സിനിമയിൽ ഇപ്പോൾ എന്താ അങ്ങനെ ലാംഗ്വേജ് പരമായിട്ടല്ല, അവിടെ നിന്ന് നമ്മൾ തിയേറ്റർ നാടകമൊക്കെ ചെയ്തു തുടങ്ങുന്നത് ആ സ്ഥലത്ത് അവിടെ നിന്നാണ്. അപ്പോൾ അത് ഹിന്ദി നാടകങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഹിന്ദിയെ പിന്നെ മലയാളം എന്താ ചെയ്താൽ എന്നുള്ള ലൈക്ക് സ്റ്റേജിൻ്റെ ഒരു ബാക്കപ്പാണ് എനിക്ക് കൂടുതൽ ഫീൽ ആയിട്ടുള്ളത് ആ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത്. അപ്പോൾ രണ്ടാളുടെയും ട്രാവൽ എടുത്താൽ തുടങ്ങുന്നത് ചന്ദ്രേട്ടൻ എവിടെയായാലും തുടങ്ങി പല പല ക്യാരക്ടർ റോളുകൾ ശ്രദ്ധിക്കപ്പെട്ടാണ് അഭിയേട്ടൻ എന്നുള്ളൊരു ആക്ടർ വന്നത്. അനന്തത് ഒരു ഹ്യൂജ് ഹിറ്റായിട്ട് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് നിങ്ങളെല്ലാവരും കൂടെ ഇതുപോലെ ഒരു ടീമായിട്ടാണ് വരുന്നത്. ഈ രണ്ട് രീതിയിൽ ഈ ട്രാവലിനെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ട്രാക്ക് പോകുന്നതിന് എങ്ങനെയാണ് കാണുന്നത്? അത് നിങ്ങൾക്ക് ഗുണമാണോ ചെയ്തത് കൂടുതൽ എന്ന് വെച്ചാൽ ഭയങ്കര ഹൈപ്പിൽ നമ്മൾ വന്നിട്ട് നമുക്ക് പിന്നീടുള്ള പടങ്ങൾ പിക്ക് ചെയ്യുന്നതിലും ഒക്കെ അത് രണ്ടും ഇപ്പം ആനന്ദമാണ് മഞ്ഞുമലും രണ്ടും വേറെ ടൂറാണ്, ട്രിപ്പാണ്. പക്ഷെ വേറെ രണ്ടും രണ്ട് ടെറൈനാണ്. അപ്പം ആസ് എൻ ആക്ടർ നമുക്ക് സിനിമകൾ ചെയ്യുക, കഥാപാത്രങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമുള്ള എൻ്റെ ആകെയുള്ള എയിം. നല്ല ഫിലിം മേക്കേഴ്സായിട്ട് കൊളാബറേറ്റ് ചെയ്യുക, നല്ല കഥകളുടെ ഭാഗമാകുക, ഇതാണ് എൻ്റെ മെയിൻ എയിം. ബാക്കിയൊക്കെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വർക്കുകൾ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരു സ്റ്റഡി മാത്രം നമ്മൾ ചെയ്യാറുള്ളൂ. പിന്നെ എത്രത്തോളം സിനിമയും എത്രത്തോളം കഥാപാത്രം ചെയ്യണം അത്രയും നല്ലത്. എത്രത്തോളം നല്ല ഫിലിം മേക്കേഴ്സായിട്ട് വർക്ക് ചെയ്യണം അതാണ് നല്ലത്. പിന്നെ ഈ സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യുന്നത് ഒരു ബേസിക് നമ്മൾ വീട്ടിൽ പോകുമ്പോൾ ഇച്ചിരി ഒരു ബേസിക് ബാക്കിംഗ് ഉള്ള സ്ക്രിപ്റ്റ് ആയിരിക്കണം, നല്ല കഥ ആയിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്ക് ആസ് ആക്ടേഴ്സ് എനിക്ക് ഉണ്ടാകും തോന്നുന്നു. പിന്നെ അങ്ങനെ ചൂസ് ചെയ്യുന്ന ആവാറില്ല. പിന്നെ ഇപ്പം മഞ്ഞുമല കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണം അടുത്ത വർക്കിന്.
വെയിറ്റിങ്ങിൻ്റെ കൂടെ ചാൻസ് ചോദിക്കലും എല്ലാം നടക്കുന്നുണ്ട്. നമ്മളൊക്കെ ഞാൻ ചാൻസ് വെച്ചാണ് മഞ്ഞുമേൽ കിട്ടിയത്. അപ്പം തന്നെ കിട്ടുമല്ല, ആസ് എ ആക്ടേഴ്സ് ടൈമിങ്ങും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ സമയത്ത് എന്തെങ്കിലും ലക്ക് തെളിഞ്ഞു വന്നാൽ കിട്ടും. ഞാൻ ചിതുവിനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് മഞ്ഞുമേൽ സെപ്റ്റംബറിലാണ് ചിതുവിനെ മീറ്റ് ചെയ്തത് 2022. ആ സമയത്ത് നവംബറിൽ മഞ്ഞുമേൽ തുടങ്ങാൻ പോയിരുന്നു. പിന്നെ കുറേ എന്തോ പെർമിഷൻ ഇഷ്യൂസ് കാരണം അത് ഇച്ചിരി ഡിലേ ആയിപ്പോയി. ആ സമയത്ത് ഓപ്പൺ അപ്പ് ആയി വന്ന കാസ്റ്റിലാണ്. അപ്പം ആ സമയത്ത് എനിക്കൊരു ഇത് വന്നത്. അത് നമ്മുടെ കാസ്റ്റ് ലിസ്റ്റും വേറെ ആയിരുന്നു മൊത്തത്തിൽ. അതൊരു ഭാഗ്യം. ഷാറുഖ് ഖാൻ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, ആസ് ആക്ടേഴ്സ് യു ഓൾസോ നീഡ് ടൈമിങ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അതും ഒരു ഇതാണ്. നമ്മൾ കൂടുതൽ കഥാപാത്രങ്ങൾ ചെയ്യുക, അതാണ് നമ്മുടെ മെയിൻ എയിം. ചേട്ടന് കാരണം ഒരു നമുക്ക് ഓപ്പൺ ആണല്ലോ, എന്ത് വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യാമായിരുന്നു, ഏത് വേണമെങ്കിലും പിക്ക് ചെയ്യാം. അങ്ങനെയില്ല, നമ്മൾ അവസരം വരുന്നതനുസരിച്ചിട്ട് എല്ലാ സിനിമകളും ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ സമയം ഒരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ ഡേറ്റ്സ് ക്ലാഷ് ആവാത്ത രീതിയിൽ മറ്റൊരു സിനിമ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഫസ്റ്റ് മൂവി ചന്ദ്രേട്ടൻ എവിടെയാ ഒരു സക്സസ് ആയിരുന്നു. അപ്പോൾ അപ്പോഴേ തന്നെ അതിൻ്റെ ഒരു സക്സസിൻ്റെ ഒരു ഫൺ, അതിൻ്റെ എന്തായാലും പറയാം, യു ഗെറ്റ് ദാറ്റ് ഫീലിംഗ്. അത് ആദ്യം സിനിമയിൽ തന്നെ കിട്ടി. സെക്കൻഡ് മൂവി പറവയായിരുന്നു, അത് ബിക്കം ഈവൻ ബിഗർ. ദെൻ സുഡാനി ഫ്രം നൈജീരിയ, മച്ച് ബിഗർ. സോ എനിക്കങ്ങനെ ഇതിങ്ങനെ കിട്ടിക്കൊണ്ടുണ്ടായിരുന്നു. ഇപ്പം മഞ്ഞുമല്ലെത്തുമ്പോഴേക്കും വലിയൊരു ഇതായി. സോ ഐ സ്റ്റിൽ ഹോപ്പ് ദാറ്റ് ദർ ഇസ് മോർ യെറ്റ് ടു കം. അപ്പോൾ മഞ്ഞും ഇത്രയും വലിയൊരു ഹിറ്റ് നിൽക്കുമ്പോൾ നമുക്ക് മുന്നോട്ടുള്ള ഇതിൽ ഇതേപോലെ തന്നെയാണ് സെലക്ഷൻ പോകുന്നത്, അതോ എന്തെങ്കിലുമൊക്കെ മാറ്റം ഇനി ഉണ്ടാവോ? ഞാൻ ആക്ച്വലി കുറച്ച് മാറ്റുന്നതല്ല, അതിൻ്റെ ഇടയിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് കുറേ പോലീസ് റോൾസ് ചെയ്ത്. അപ്പോൾ ദെൻ കോൾ വന്നാൽ തന്നെ ഞാൻ അവരുടെ അടുത്ത് ഏതാ റാങ്ക് എന്നാണ് ചോദിക്കാറ്. പിന്നെ ഓഫ്കോഴ്സ് ഐ എം എ പോലീസ്, ഏതാ റാങ്ക് എന്നാണ് ചോദിക്കാറ്. സോ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഒരു പ്രശസ്ത സംവിധായകൻ്റെ സിനിമയിൽ ഞാൻ ഒരു കോൺസ്റ്റബിൾ ആണെന്ന് പറഞ്ഞപ്പോൾ പ്ലീസ് എന്നെ ഒഴിവാക്കണം, കാരണം ലൈക്ക് ട്രോള് വരെ വന്നു തുടങ്ങി. ലൈക്ക് അങ്ങനെ. അപ്പോൾ ഒന്ന് അത് മാറ്റി പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നോട്ട് ദാറ്റ് ഐ വോണ്ട് ഡു പോലീസ് റോൾസ് അഗെയിൻ. പക്ഷെ ആ ഒരു സമയത്ത് അത് കണ്ടിന്യൂസ്ലി വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിച്ച്. അതായത് നമുക്ക് നമ്മുടെ അഭിനയത്തിൻ്റെയും ഒരു പോസിബിലിറ്റി ഒക്കെ നോക്കാമല്ലോ. സോ ബേസിക്കലി നമുക്ക് സിനിമയുടെ ഹൈ ആണ്. അതിപ്പോൾ പോലീസാണെങ്കിലും പട്ടാളാണെങ്കിലും സിനിമയുടെ ഭാഗമാവുക എന്നുള്ള ഹൈ ആണ് എപ്പോഴും ഉണ്ടാവാറ് കൂടുതലും. സെലക്ഷൻ എന്തെങ്കിലും സെയിം ഇപ്പം ഹരിത പറഞ്ഞ പോലെ ആനന്ദം ഒരു സക്സസ്ഫുൾ ഫിലിമായിരുന്നു. അത് കഴിഞ്ഞ് ഉടനെ അടുത്ത പടമൊന്നും കിട്ടിയില്ല. ഞാൻ 10 മാസത്തോളം വീട്ടിലിരിപ്പായിരുന്നു. 10 months കഴിഞ്ഞിട്ട് 10 മാസം കഴിഞ്ഞാണ് ലാൽ ജോസ് സാർ വെളിപാടിന് ഉത്സവം എന്നുള്ള സിനിമയ്ക്ക് വിളിക്കുന്നത്. ആ 10 മാസം നമുക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആണ്. ആസ് ആൻ ആക്ടർ ഇനി സൂപ്പർ സാധനം സെലക്ട് ചെയ്യുക അങ്ങനെയൊന്നുമില്ല. നമുക്ക് പിന്നെ ജീവിച്ച് പോകണമല്ലോ, മോണിറ്ററി ഫിനാൻഷ്യലി ആണെങ്കിലും സാധനം ചെയ്ത് പോകണമല്ലോ. അപ്പം അഭിചേട്ടൻ പറഞ്ഞത് നമുക്ക് ആസ് ആക്ടേഴ്സ് എല്ലാവർക്കും നമുക്ക് ആ സിനിമ കഥാപാത്രം ആ കഥ ആളുകൾക്ക് എത്തുക, സക്സസ് ആവുക, അതാണ് മെയിൻ. ആൾക്കാർ കാണുന്ന സിനിമയായാൽ മതി. അതൊരു പ്രോസസ്സിലായി. അത് നമുക്ക് ആ ടീമിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഐഡിയ കേൾക്കുമ്പോൾ ലൈക്ക് ഓക്കെ ഇത് പീപ്പിൾ വിൽ വാച്ച് ഇറ്റ്, അങ്ങനെ കാര്യമുള്ളൂ. അല്ലാതെ ലൈക്ക് നമ്മൾ അത്തരത്തിൽ നമുക്കൊരു എന്താ പറയുക ധാരണ ആയി വരുന്നതാണ്. ഇപ്പോഴും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ജഡ്ജ്മെൻറ്റ് ഉണ്ടെന്നല്ല പറയണത്. പക്ഷേ വി ആർ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ ഇങ്ങനത്തത് വർക്കാവും, ചിലപ്പോൾ വർക്കാവില്ല എന്നുള്ളതൊക്കെ ട്രയൽ ആൻഡ് എററാണ് മൊത്തത്തിൽ. ട്രയൽ ആൻഡ് എററാണ്. ബോത്ത് ഓഫ് us, ഞാനാണ് ഇപ്പം ഇവൻ ലൈക്ക് ഒരു ആക്ടറാണ്. ലൈക്ക് ഹി കെയിം ടു ബിക്കം എൻ ആക്ടർ ആൻഡ് ഹി ഈസ് ബിക്കം എൻ ആക്ടർ. എന്നത് അങ്ങനെയല്ല, ഞാൻ പോണ വഴിക്ക് ജസ്റ്റ് വന്ന് ചെയ്തു പോകുന്നൊരു പരിപാടിയാണ്. അങ്ങനെ വന്നു. പക്ഷേ നൗ ഐ തിങ്ക് ഓക്കെ ഐ ആം ഗെറ്റിംഗ് സോ മച്ച് ഓപ്പർച്യൂണിറ്റി, ദെൻ മൈറ്റ് ആസ് വെൽ വർക്ക് ഓൺ ഇറ്റ്, ഡു സം എഫേർട്ട് ബിഹൈൻഡ് ഇറ്റ്, ലൈക്ക് സെലക്ടിങ് തിങ്സ് അങ്ങനെയൊക്കെ ആലോചിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഈ പറഞ്ഞ പോലെ EMI അടക്കേണ്ടി വരുമ്പോൾ സിനിമ ചെയ്യേണ്ടി വരും. പോലീസ് ചെയ്യേണ്ടി വരും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.